ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. ഇന്നലത്തെ എപ്പിസോഡിന്റെ റിവ്യൂ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഐക്കാട്ടിലും അതുപോലെ പിൻ കമന്റ് ആയിട്ടും കൊടുത്തേക്കാവേ. ബാക്കി വിശേഷങ്ങൾ നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണം. വർഷ റൂമിൽ ഇരുന്നുകൊണ്ട് ശ്രീകാന്തിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ശ്രീകാന്ത് നിന്റെ അമ്മ വിശ്വസിച്ചോ നമ്മള് അടിയുണ്ടാക്കിയതൊക്കെ എന്ന് ചോദിക്കുമ്പോൾ വിശ്വസിച്ചിട്ടുണ്ട്. കുറച്ചു നേരത്തെയും കൂടി എന്നെ വിളിച്ചിട്ട് അമ്മ ഒന്നും അറിയാത്തതുപോലെ പറയാണ്. ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇങ്ങനെ പ്രശ്നം ഉണ്ടാവുന്നുള്ള കാര്യമൊക്കെ എനിക്ക് അറിയായിരുന്നു എന്നൊക്കെ. ഇത് കേട്ട വർഷ ചോദിക്കുന്നത്, ശ്രീകാന്ത് എന്താണ് നിന്റെ അമ്മ സീരിയലിലൊക്കെ വരുന്ന വില്ലന്മാരുണ്ടല്ലോ അതുപോലെ പെരുമാറുന്നത്? അത് മറ്റൊന്നുമല്ല വർഷേ, രേവതി ചേച്ചിയോട് അമ്മയ്ക്ക് ദേഷ്യമാണ്. നീയും അതുപോലെ രേവതി ചേച്ചിയും ക്ലോസ് ആയിട്ടിരിക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് കരുതിയിട്ട് ഇങ്ങനെയൊക്കെയാണോ ശ്രീകാന്ത് ചെയ്യുന്നത്? ഞാൻ നേരിട്ട് പോയിട്ട് അവരുടെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കുമായിരുന്നു. പക്ഷേ നീയും അതുപോലെ രേവതി ചേച്ചിയും കൂടി തടഞ്ഞത് കൊണ്ടാണ്. വർഷേ, നീ ചെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഇത് കുറച്ചുകൂടി പ്രശ്നമാവത്തേ ഉള്ളൂ. അമ്മയ്ക്ക് വീണ്ടും രേവതി ചേച്ചിയോട് ദേഷ്യം കൂടും, വീണ്ടും ചേച്ചിയെ ചീത്ത വിളിച്ചുകൊണ്ടേയിരിക്കും. എന്തായാലും ഇപ്പോ നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അമ്മ സന്തോഷിക്കുന്നുണ്ടാകും. കുറച്ചു കാലം എന്തായാലും ഇങ്ങനെയൊക്കെ പോട്ടെ വർഷേ. ഇത് കേട്ട വർഷയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ കള്ളൊക്കെ പറഞ്ഞിട്ട് നിൽക്കുക എന്നുള്ള കാര്യം പറയുന്നത് കുറച്ച് ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. എന്താണെന്നുണ്ടെങ്കിലും എനിക്ക് ഫേസ് ടു ഫേസ് സംസാരിച്ചിട്ട് അപ്പൊ തന്നെ എനിക്ക് തീർക്കണം. എനിക്ക് വരുന്ന ദേഷ്യത്തിനുണ്ടല്ലോ ശ്രീകാന്ത്, നിന്റെ അമ്മയെ പിടിച്ച് ഞാൻ അടിച്ചേനെ എന്നുള്ള കാര്യം പറയുമ്പോ അങ്ങനെയാണെങ്കിൽ നീ പോയിട്ട് നിന്റെ അമ്മയെ അടിക്കണം. നിന്റെ അമ്മയാണല്ലോ പോയിട്ട് ഇവര് പറയുന്നതെല്ലാം കേട്ട് ചേച്ചിയെ പോയി ചീത്ത വിളിച്ചത്. അമ്മയ്ക്കും കൊടുക്കണം. ഒരു നിമിഷം നിൽക്കുക എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്തിട്ട് മഹിമയെ വിളിക്കുകയാണ് വർഷ. ഫോൺ എടുത്ത ഉടനെ തന്നെ ആ വർഷയെ പറ സുഖാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടേ. അമ്മ നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഡോക്ടർ വിഘ്നേഷ് ഇല്ലേ, സൈക്കോളജിസ്റ്റ്? അതെ. എന്താ നീ ഇപ്പോ അവരെ കുറിച്ച് ചോദിക്കുന്നത്? അവരിപ്പോ ഇവിടെ അടുത്താണ് ക്ലിനിക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആണോ അമ്മേ? സൂപ്പർ ആയിട്ടുണ്ട്. എന്തായാലും അമ്മ ഉടനെ പോയിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കാൻ വേണ്ടി പറയുന്നുണ്ടേ. എന്ത് പറ്റി വർഷേ, നിനക്ക് സുഖമില്ലെന്ന് ചോദിക്കുമ്പോ എനിക്ക് ശരീരത്തിന് സുഖേടൊന്നും ഇല്ല അമ്മേ, തലയ്ക്കാണ് ചെറിയ പ്രശ്നം. നീ എന്തൊക്കെയാ ഈ വർഷേ പറയുന്നത്? അമ്മ അങ്ങനത്തെ കാര്യങ്ങളാണല്ലോ ചെയ്യുന്നത്. നീ എന്താടി എനിക്ക് പ്രാന്താണെന്നോ പറഞ്ഞിട്ട് വരുന്നത്? പിന്നെ അല്ലാതെ എന്താണ് പറയേണ്ടത്? അമ്മ അങ്ങനത്തെ കാര്യങ്ങളല്ലേ ചെയ്യുന്നത്. ഞാൻ എന്ത് ചെയ്തു എന്നാണെന്ന് മഹിമ ചോദിക്കുമ്പോ അമ്മ ഒന്നും അറിയാത്തതുപോലെ നടിക്കല്ലേ. അമ്മ രേവതി ചേച്ചിയെ പോയി കണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോ ഓ അതാണോ കാര്യം? ഉടനെ തന്നെ നിന്റെ അടുത്ത് വന്നിട്ട് കൊളുത്തി തമ്പോ അത് അമ്മയാണ് ചെയ്തത്. അമ്മയ്ക്ക് ഇച്ചിരി പോലും ബുദ്ധിയില്ലേ? എടി, നിന്റെ അമ്മായിമ്മയാണ് എന്റെ അടുത്ത് വന്നിട്ട് ഒച്ച എടുത്തത്. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? അവൾ ഒറ്റൊരുത്തി കാരണമാണ് നിനക്ക് ആ വീട്ടിൽ ചീത്തപ്പേരുണ്ടാവുന്നത് എന്നുള്ള കാര്യം മഹിമ പറഞ്ഞ് കേട്ട ഉടനെ തന്നെ അമ്മ അത് കണ്ടായിരുന്നോ? കേട്ട ഉടനെ തന്നെ പോയിട്ട് എന്തിനാണ് രേവതി ചേച്ചിയെ ചീത്ത വിളിച്ചത്? അവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ അമ്മ സംസാരിച്ചല്ലേ. ഇതൊക്കെ വർഷം ഞാൻ നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ്. ആ പെണ്ണിന്റെ അടുത്തൊന്നും പോയിട്ട് നീ കൂട്ടുകൂടാൻ നിൽക്കണ്ട. നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. എന്തായാലും നമ്മുടെ സ്റ്റാറ്റസിന് ഇതൊന്നും ചേരില്ല എന്ന് പറയുന്നത് കേട്ട ഉടനെ വർഷ ആദ്യം അമ്മയെ ഈ രീതിയിലുള്ള സംസാരം നിർത്തിക്കോണം. ഞാൻ ആരെടുത്താണ് സംസാരിക്കേണ്ടത് സംസാരിക്കേണ്ടാത്തത് എന്നുള്ള കാര്യമൊന്നും അമ്മ തീരുമാനിക്കണ്ട. എടി, ഞാൻ നിന്റെ അമ്മയാണ് എന്ന് കരുതിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യോ. ഇപ്പൊ ഞാനേ വർഷ മധുസൂദനനല്ല, വർഷ ശ്രീകാന്താണ്. ഇതാണ് എന്റെ വീട്. എന്റെ ലൈഫില് അമ്മ ഇടപെടരുത് എന്നും പിന്നെ ഇനി വീണ്ടും രേവതി ചേച്ചിയുടെ അടുത്ത് പോയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചുമ്മാതിരിക്കില്ല ഇതൊന്നും കണ്ടിട്ട്. വർഷേ, ഞാൻ പറയുന്നത് കേൾക്കുക എന്ന് മഹിമ പറഞ്ഞ് മുഴുവനാക്കുന്നതിന് മുമ്പ് ഫോൺ വെച്ചോ അമ്മയെന്ന് പറഞ്ഞിട്ട് ഫോൺ അങ്ങ് കട്ടാക്കുവാണ്. ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ടാണ് വർഷ ഫോൺ കട്ട് ചെയ്യുന്നത്. ഫോൺ കട്ട് ചെയ്തിട്ട് ശ്രീകാന്തിന്റെ അടുത്ത് പറയുന്നുണ്ട്, തെറ്റെല്ലാം ചെയ്തിട്ട് അവസാനം പറയാണ് എനിക്ക് വേണ്ടിയിട്ടാണെന്ന്. ഇവർക്കൊക്കെ എന്റെ കാര്യത്തിൽ ഇടപെടാതിരുന്നൂടെ? നേരിട്ട് കണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഞാൻ ചീത്ത വിളിച്ചേനെ. എന്റെ അമ്മയ്ക്ക് ഇപ്പൊ ഈയിടെയായിട്ട് ഇത് തന്നെ ആയിപ്പോയി പണി. എനിക്ക് വരുന്ന ദേഷ്യത്തിനുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കലിപ്പിലാണേ വർഷ. ഇതൊന്നും കേട്ടിട്ട് ശ്രീകാന്ത് ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ശ്രീകാന്തിന്റെ അടുത്ത് വർഷ ചോദിക്കുന്നുണ്ട്, അല്ല ശ്രീകാന്തേ, ഞാൻ ചെയ്തത് കറക്റ്റ് അല്ലേ? ഞാൻ പറഞ്ഞതൊക്കെ ശരി തന്നെയല്ലേ? നീ നിന്റെ അമ്മയുടെ അടുത്ത് ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരിക്കല്ലായിരുന്നോ? അതിനിപ്പോ ഞാൻ എന്ത് പറയാനാന്ന് ചോദിക്കുമ്പോ ആഹാ, നീ ആള് കൊള്ളാലോ ശ്രീകാന്തേ, ഇത്ര നേരം ഞാൻ എന്റെ അമ്മയെ ചീത്ത വിളിച്ചോണ്ടിരിക്കുകയാണ്. ഇത് കേട്ട് നീയും അമ്മയെ ചീത്ത വിളിക്കുമെന്ന് വിചാരിച്ചപ്പോ നീ ഇങ്ങനെയാണോ പറയുന്നത്? ഞാൻ എന്തിനാ ചീത്ത വിളിക്കുന്നത്? നിന്റെ അമ്മയെ നീ തന്നെ ചീത്ത വിളിച്ചാൽ മതി. നീ നല്ല കേടിയാണ്, ഭയങ്കര സേഫ് ആയിട്ട് പ്ലേ ചെയ്യുന്നത് കണ്ടില്ലേ? ഞാൻ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടുന്നത്? ഞാൻ അമ്മയെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പത്തെ ദേഷ്യത്തിൽ നീ അതുപോലെ അങ്ങ് വിടും. എന്നാ 2 ദിവസം കഴിഞ്ഞിട്ട് പറയും നീ അന്ന് എന്റെ അമ്മയെ ചീത്ത വിളിച്ചില്ലേ എന്ന്. ഞാൻ വെറുതെ ആവശ്യമില്ലാത്ത വയ്യാവേലി എടുത്തിട്ട് തലയിൽ വെക്കണ്ടല്ലോ, ഞാൻ സൈലന്റ് ആയിട്ട് തന്നെ ഇരുന്നോളാം. ഇത് കേട്ട വർഷ പറയുന്നുണ്ട്, എന്തായാലും നീ ഹസ്ബൻഡ് മെറ്റീരിയൽ ആയിട്ട് മാറുന്നുണ്ട്, നിനക്ക് ജീവിച്ചു പോകാൻ വേണ്ടി പറ്റുമെന്ന്. അത് കേട്ട് ചിരിക്കുവാണ് ശ്രീകാന്ത്. ഇത് വിമലയ്ക്ക് പെട്ടെന്ന് സുഖമില്ലാതായെന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. ഡോക്ടർ ചെക്കപ്പ് ഒക്കെ ചെയ്തതിന് ശേഷം
ശേഷം പുറത്തേക്ക് വരുന്നുണ്ട്. ആദ്യോടൊപ്പം വേറെ 2 ചേച്ചിമാരുണ്ട്. അവരുടെ അടുത്ത് വന്നിട്ട് നിങ്ങൾ റിലേറ്റീവ്സ് ആണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, ഞങ്ങൾ വീടിന്റെ അടുത്തുള്ളവരാണ്, ഒരുപാട് വർഷമായിട്ട് ഞങ്ങൾക്ക് വിമല ചേച്ചിയെ അറിയാവുന്നതാണ്, പുറത്തു നിന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ബോധം കെട്ട് വീണതാണ്, അങ്ങനെയാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് നഴ്സിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇവരുടെ സ്വന്തക്കാരെ അറിയിച്ചോ എന്നുള്ള കാര്യം. ഇതാ ഈ കുട്ടി ഫോൺ ചെയ്ത് തന്നു, ഇവരുടെ ഒരു മകള് കല്യാണി എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്, അവളെ വിളിച്ചിട്ട് ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട്, വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ശ്രുതി എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ വിമല എന്ന് പറയുന്ന ആൾ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ കറക്റ്റ് നഴ്സിന്റെ അടുത്ത് തന്നെയാണ് ചോദിക്കുന്നത്. നിങ്ങളാണോ കല്യാണി? അതെ, ദാ അവിടെയുണ്ട്, നിങ്ങൾ പോയി കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് റൂം കാണിച്ചു കൊടുക്കുന്നുണ്ടേ. അമ്മയെന്ന് പറഞ്ഞിട്ട് ഓടി അരികിലേക്ക് ചെല്ലുന്നുണ്ട്. 2 ചേച്ചിമാർ അവിടെ നിൽക്കുവാണല്ലോ, അവരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താണ് പറ്റിയ എന്നുള്ള കാര്യം. പുറത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മയങ്ങി വീണതാണ്, ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഈ വയസ്സായ ആളെയും അതുപോലെ തന്നെ കുട്ടിയും തനിയെ ഇട്ടിട്ട് ദൂരെ എവിടെയെങ്കിലും പോയി ജോലി ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവർക്ക് തനിയെ മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? അപ്പോഴേക്കും കൂടുതലും മറ്റു ചേച്ചി അവളിപ്പോ വന്നതല്ലേ ഉള്ളൂ, അവളെടുത്ത് ഒന്നും പറയണ്ട എന്ന് പറയാണേ. അങ്ങനെ വിമല ചെറുതായിട്ട് കണ്ണു തുറക്കുന്നുണ്ട്. അപ്പോഴേക്കും അമ്മ എന്ന് പറഞ്ഞിട്ട് വിളിച്ച് ശ്രുതി കരഞ്ഞോണ്ടിരിക്കുകയാണ്. അത് കണ്ട ചേച്ചിമാരാണെന്നുണ്ടെങ്കിൽ കല്യാണി നീ കരയൊന്നും വേണ്ട, വിമല ചേച്ചിക്ക് ഒന്നും സംഭവിക്കില്ല, ഞങ്ങള് തിരികെ വീട്ടിലേക്ക് പോകട്ടെ, എന്താവശ്യം ഉണ്ടെന്നുണ്ടെങ്കിലും നീ വിളിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ ചെല്ലട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് പോവുകയാണെ. ശ്രുതിയെ കണ്ടോടെ തന്നെ ഓക്സിജൻ മാസ്ക് ഒക്കെ എടുത്ത് മാറ്റുവാണ് വിമല ചെയ്യുന്നത്. അമ്മ ഞാൻ മാറ്റിത്തരാ എന്ന് പറഞ്ഞിട്ട് മാറ്റുന്നുണ്ട്. അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അറിയില്ലടി, പെട്ടെന്ന് എന്തോ ഒരു തലകറക്കം പോലെ വന്നതാണ്. അമ്മ മരുന്നൊക്കെ ശരിക്കും കഴിക്കുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ കഴിക്കുന്നുണ്ട്, ഇന്നലെ വൈകിട്ട് മുതൽ ഒരു ക്ഷീണം പോലെയൊക്കെ ഉണ്ടായിരുന്നു, രാവിലെ ആണെങ്കിൽ തല കറങ്ങുന്നത് പോലെ തോന്നി, അതിനിടയ്ക്ക് ആദ്യമാണെന്നുണ്ടെങ്കിൽ അമ്മ എനിക്ക് പേടിയാവുന്നുണ്ട്, അമ്മമ്മ എന്താണ് അങ്ങനെ വീണത്, അമ്മ എവിടെയും പോവരുത്, അമ്മ ഞങ്ങളുടെ കൂടെ തന്നെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം ഇങ്ങനെ കരയുവാണേ. അമ്മ വന്നില്ലേടാ, പിന്നെ നീ എന്തിനാ ടെൻഷൻ ആവുന്നൊക്കെ ആദ്യനടുത്ത് പറയുന്നുണ്ട്. അമ്മ ഞങ്ങളെ വിട്ടിട്ട് എങ്ങോട്ടും പോവരുത്, അമ്മ ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കണം എന്നൊക്കെയാണ് ആദ്യം പറയുന്നത്. ആദ്യം കരയുന്നത് കാണുമ്പോൾ നീ കരയേണ്ട മോനെ, അമ്മ കൂടെ ഇല്ലേ പിന്നെ എന്താണ്. അപ്പോഴേക്കും ഡോക്ടർ റൂമിലേക്ക് കയറി വരുന്നുണ്ട്. അമ്മയ്ക്ക് എന്താ ഡോക്ടറെ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളാണോ അവരുടെ മകളെന്ന് ചോദിക്കുന്നുണ്ട്. അതെ, ഒരുപാട് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ECGയിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്, അതുകൊണ്ട് ചെറിയൊരു മൈൽഡ് അറ്റാക്ക് ആണെന്നാ തോന്നുന്നത്. എന്താ ഡോക്ടർ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ടെൻഷൻ ആവണ്ട, ഇപ്പോഴും കൺഫേം ചെയ്യാനായിട്ടില്ല, ഇനിയും ചില ടെസ്റ്റിന്റെ റിപ്പോർട്ട് വരാനുണ്ട്, അത് കഴിഞ്ഞിട്ടേ കറക്റ്റ് ആയിട്ട് എന്താന്നുള്ള കാര്യം പറയാൻ വേണ്ടി പറ്റത്തുള്ളൂ. പിന്നെ അവർക്ക് ഓൾറെഡി BP ഉണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതേ ഡോക്ടർ, അവരെന്തോ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് ഭയങ്കരമായിട്ട് ബോഡി ഭയങ്കര വീക്കാണെന്നും ഭയങ്കര സ്ട്രെസ്ഡ് ആണെന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരാൾ കൂടെ നിന്നിട്ട് അവരെ നോക്കണം, നിങ്ങൾക്ക് അവരുടെ കൂടെ നിന്ന് നോക്കിക്കൂടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല, ഞാൻ സിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ കൂടെ കൊണ്ടുപോയിട്ട് നോക്കൂ, അല്ലെങ്കിൽ അവരെ നോക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ ഒരാളെ നിർത്തണം, അവരെ ഈ അവസ്ഥയിൽ തനിയെ നിർത്തുന്നത് ഒട്ടും സേഫ് ആയിട്ടുള്ള കാര്യമല്ല, എന്നാലും അവര് ഒബ്സർവേഷനിൽ തന്നെ നിൽക്കട്ടെ, റിസൾട്ട് ഒക്കെ വന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം, ഇപ്പൊ അവര് റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് പോവുകയാണ്. ഡോക്ടർ പോയതിനു ശേഷം വിമലയുടെ അടുത്ത് ശ്രുതി ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് ഇതിനു മുമ്പ് ഇങ്ങനെ മയങ്ങി വീഴുന്നത് പോലെ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ മുമ്പ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അത് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ശരിയാവാറുണ്ട്, എന്നിട്ട് എന്താ അമ്മ എന്റെ അടുത്ത് പറയേണ്ടതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ വെറുതെ നിന്നെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് കരുതിയിട്ടാണ്. ഇതൊക്കെ അമ്മ എനിക്കൊരു ബുദ്ധിമുട്ടാണോ? അമ്മ ഭയങ്കര സ്ട്രെസ്ഡ് ആണെന്നാണല്ലോ ഡോക്ടർ പറഞ്ഞത്, അമ്മയ്ക്ക് ഇതിന് മാത്രം എന്താണ് വിഷമം? എനിക്ക് പിന്നെ വിഷമമില്ലാതിരിക്കോ കല്യാണി? നീ ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു ജീവിതം നീ തേടിയെടുത്തു, എന്നാ ആ ജീവിതം നിനക്ക് നിലയ്ക്കോ ഇല്ലയോ എന്നുള്ളൊരു ഭയം എനിക്കുണ്ട്. പിന്നെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യയുടെ ജീവിതം എന്തായിരിക്കും? ഈ കാര്യങ്ങളൊക്കെയാണ് എന്റെ മനസ്സിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അമ്മ ഞാനെന്ന് പറയുന്ന ഒരുത്തി ഇല്ലേ, പിന്നെ അമ്മ എന്തിനാണ് പേടിക്കുന്നത്? ഞാൻ നിങ്ങളെ അങ്ങ് വിട്ടുകളയൂ. ഇപ്പൊ തന്നെ അമ്മയെ അടുത്തുള്ള ചേച്ചിമാര് കണ്ടതുകൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചു, ഇല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? എന്ത് ചെയ്യാനാണ് കല്യാണി, എല്ലാം വിധിയാണെന്നുള്ള കാര്യം പറയാണേ. എല്ലാം വിധിയുടെ മേലെ പഴിച്ചാരിയിട്ട് അമ്മ ഇങ്ങനെ നിന്നോ? അമ്മ എപ്പോഴും തെറ്റായിട്ടുള്ള തീരുമാനങ്ങളാണ് എടുക്കുന്നത്. അത് കേട്ടിട്ട് വിമല ഇങ്ങനെ കരയുവാണേ. അമ്മ അതൊക്കെ വിട്ടേക്ക്, അമ്മ ടെൻഷൻ ആവൊന്നും വേണ്ട, ഞാനില്ലേ, അമ്മയ്ക്ക് എല്ലാം ശരിയാകും. അമ്മയെ ആശ്വസിപ്പിച്ചതിന് ശേഷം ശ്രുതിയാണെങ്കിൽ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട് അമ്മയെ സീറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് വരെ നോക്കാൻ വേണ്ടിയിട്ട് ഒരാളെ വെക്കണം. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ സച്ചി ഒരു ട്രിപ്പുമായിട്ട് ഇങ്ങനെ പോവാണ്. കാറിലിരിക്കുന്ന ആ ഗസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് സ്പീഡിൽ പോകാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. സാർ ഇതാ സ്ഥലം എത്താറായി, 20 മിനിറ്റ്സ് കൊണ്ട് എത്തുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതിനു മുമ്പ് തന്നെ സാർ എത്തും. സാർ എന്താ സിനിമയ്ക്ക് എന്തെങ്കിലും പോവാണോ? അല്ല, ഞാന് കല്യാണത്തിന് വേണ്ടി പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് പോവാണ്, നല്ല നേരം കഴിയുന്നതിന് മുമ്പ് എത്തണമെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, അങ്ങനെയാണല്ലേ സാർ. സാറ് പെണ്ണ് കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ആരും വരുന്നില്ലേ? അച്ഛനും അമ്മയൊക്കെ മുന്നേ ഒരു വണ്ടിയിൽ പോയിട്ടുണ്ട്. ഓ അങ്ങനെയാണല്ലേ.
സാർ എന്തായാലും ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. നല്ല സമയം തീരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അവിടെ എത്താൻ വേണ്ടി പറ്റും. പിന്നെ സാറ് കറക്റ്റ് സമയത്ത് വന്നതുകൊണ്ട് തന്നെ അവര് സാറിന് പെണ്ണും തരുമെന്ന് പറയാണ്. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഞാൻ കുറച്ച് കുഴപ്പത്തിലാണുള്ളത്. എന്തു പറ്റി സാർ? വേറൊന്നുമല്ല, കല്യാണം കഴിക്കണോ വേണ്ടോ എന്നുള്ളൊരു തീരുമാനം എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. അതെന്താ സാർ? സാറിനെ കണ്ടിട്ട് നന്നായിട്ട് പഠിച്ചതുപോലെയുണ്ട്. സാറ് എവിടെ ജോലി ചെയ്യുന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ IT-ലാന്ന് പറയുന്നുണ്ട്. ആഹാ, പിന്നെന്താ സാർ കുഴപ്പം? IT ജോബൊക്കെ ആവുമ്പോൾ നല്ല സാലറി ഒക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചൂടെ? നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതാണോ എന്ന് സച്ചിയുടെ അടുത്ത് അയാൾ തിരിച്ചു ചോദിക്കും. അതേന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ ലൈഫ് എങ്ങനെ പോകുന്നു? 1 year ആയി കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ നല്ല സന്തോഷമായിട്ടാണ് പോകുന്നത്. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലൈഫ് എങ്ങനെയാവും എന്നുള്ള കാര്യം ആലോചിച്ചിട്ട് എനിക്ക് ഭയമുണ്ട്. അതെന്താ സാർ ഭയപ്പെടുന്നത്? എനിക്ക് ലൈഫ് എപ്പോഴും ഫ്രീ ആയിട്ടിരിക്കണം. എനിക്ക് ലൈഫ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് കല്യാണം ഞാൻ നീട്ടി കൊണ്ടുപോയിരുന്നു. എന്നാൽ പാരന്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ 30+ ആയി എന്ന് പറഞ്ഞ് ഇനിയും കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ വേറെ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. ലൈഫ് പിന്നെ തനിയായി പോകുന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ സാർ ഒരു വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാ തോന്നുന്നതെന്ന് സച്ചി പറയുന്നുണ്ട്. സാറിനെ പോലെ തന്നെയായിരുന്നു എനിക്കും കല്യാണമൊന്നും വേണ്ട, ജോളിയായിട്ട് ചുറ്റിക്കറങ്ങാം. എനിക്ക് എന്റെ അച്ഛനും അതുപോലെ അച്ഛമ്മയും ഈ കാറ് മാത്രം മതി എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ട് നടന്നത്. സാർ, നമ്മള് ഉറക്കത്തുനിന്ന് എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് TV ന്യൂസിനകത്ത് സുനാമി വരുന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ അപ്രതീക്ഷിതമായിട്ടാണ് എന്റെ ലൈഫിൽ കല്യാണം എന്ന് പറയുന്ന സംഭവം നടന്നത്. കല്യാണം കാണാൻ വേണ്ടി പോയ ഞാനാണ് കല്യാണ ചെക്കനായിട്ട് മാറിയത്. അപ്പൊ സാറ് ഇഷ്ടപ്പെടാണ്ടാണോ കല്യാണം കഴിച്ചതെന്നുള്ള കാര്യം സച്ചിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ആരംഭത്തിൽ സാർ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ പോക്കെ ഇപ്പൊ ഇഷ്ടമായി. അപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ലൈഫ് നന്നായിട്ട് ഇരിക്കുന്നല്ലേ? അത് സാർ മുഴുവനായിട്ട് അങ്ങനെ പറയാൻ വേണ്ടി പറ്റില്ല. കടലിൽ നന്നായിട്ട് തിരമാല അടിക്കുന്ന സമയത്ത് നീന്താൻ അറിയുന്നവൻ രക്ഷപ്പെടും, അല്ലാത്തവൻ അതിനകത്ത് പെടുന്നു പറഞ്ഞു കേട്ടില്ല. നിങ്ങൾ ഭയങ്കരമായിട്ട് ഭയപ്പെടുത്തുന്നുണ്ടല്ലോ എന്ന് സച്ചിയുടെ അടുത്ത് അദ്ദേഹം ചോദിക്കുമ്പോൾ, അതല്ല സാർ എന്ന് കരുതിയിട്ട് കല്യാണം കഴിക്കാതിരിക്കാൻ വേണ്ടി പറ്റുമോ? ഇപ്പോ ഒരു കാട്ടിനുള്ളിൽ നമുക്ക് അവിടുത്തെ കാര്യങ്ങളെല്ലാം കാണണമെന്ന് വിചാരിച്ചിട്ട് പോകാൻ വേണ്ടി നിൽക്കുവാണ്. പക്ഷേ അവിടെ മൃഗങ്ങളുണ്ടാവോ, അതുണ്ടാവോ, ഇതാവുണ്ടാവോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഭയപ്പെട്ട് നിൽക്കാൻ വേണ്ടി പാടില്ലല്ലോ. പോയിട്ട് നമ്മൾ അവിടുത്തെ കാഴ്ചകളെല്ലാം കാണണം. അപ്പൊ നിങ്ങൾ കല്യാണം കഴിക്കണം എന്നാണോ കഴിക്കണ്ടെന്നാണോ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ, സർ കല്യാണം കഴിക്കണം, അതും ജീവിതത്തിലൊരു അനുഭവം അല്ലേ? അതുമാത്രമല്ല, ലൈഫിൽ ചില കാര്യങ്ങൾ നടക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ആര് വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും തടുക്കാൻ വേണ്ടി പറ്റത്തില്ല. ഓരോരുത്തരെ എന്നുള്ള രീതിയിൽ ദൈവം ആദ്യം എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ സാർ, നമുക്ക് വരുന്ന പെണ്ണ് എങ്ങനെയാണെന്നുള്ള കാര്യം പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. ഇത് കേട്ട സച്ചിയാണെങ്കിൽ ചിരിക്കുവാണ്. അതൊന്നും സാർ നമ്മുടെ കയ്യിലല്ല ഉള്ളത്. ചിലപ്പോ വരുന്നത് മഹാലക്ഷ്മി ആയിരിക്കും, ചിലപ്പോ യക്ഷിയാവാനും സാധ്യതയുണ്ട്. ഇത് കേട്ട അദ്ദേഹം ചോദിക്കുന്നത് സച്ചിയുടെ അടുത്ത്, നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള വൈഫിനെയാണ് കിട്ടിയത് എന്നുള്ള കാര്യമാണ്. അവള് രണ്ടും കൂടി ചേർന്നതാണ്. ചില സമയത്ത് മഹാലക്ഷ്മിയാകും, ചില സമയത്ത് ഭ്രാന്തിയെ പോലെ ആടെന്നും പറയുന്നുണ്ട്. നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് മൊത്തത്തിൽ ഞാൻ കുഴപ്പത്തിലാവുകയാണല്ലോ എന്ന് സച്ചിയുടെ അടുത്ത് അദ്ദേഹം ചോദിക്കുമ്പോൾ, സർ വൈഫ് എന്ന് പറയുന്നത് നമുക്ക് സപ്പോർട്ടീവ് ആയിരിക്കും. നമ്മുടെ ജോലിയുടെ കാര്യത്തില് അതുപോലെ തന്നെ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മളെ നന്നായിട്ട് നോക്കുകയും ചെയ്യും. ഇത് കോയിന്റെ ഒരു വശമാണ്. മറുവശം എന്ന് പറയുന്നത് എപ്പോഴാണ് അടിയുണ്ടാക്കാൻ വേണ്ടി പറ്റുക എന്നുള്ള കാര്യം നോക്കിയിരിക്കായിരിക്കും. ദോശയ്ക്കുള്ളിൽ ഉപ്മാവ് വെച്ച് വരും. അത് എങ്ങനെയാന്നുള്ള കാര്യം പറഞ്ഞില്ലെങ്കിൽ അതിനടി ഉണ്ടാക്കും. എവിടെന്നെങ്കിലൊക്കെ പോയിട്ട് ബെറ്റ് വെച്ചിട്ട് വരും. എന്നിട്ട് അതിനും വീട്ടിൽ വന്ന് അടി ഉണ്ടാക്കും. അങ്ങനെ അടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോരോ കാര്യങ്ങൾ നോക്കിയിരിക്കായിരിക്കും സാർ എന്ന് പറയുമ്പോൾ അയാൾ ചോദിക്കുന്നത്, ഞാനിപ്പോ പെണ്ണിനെ കാണണോ വേണ്ടോ എന്നാണ്. സാർ, കല്യാണം എന്ന് പറയുന്നത് ജോളി ആയിട്ടുള്ള ഒരു ടോർച്ചറാണ്. സാർ കുടിക്കുമെന്ന് ചോദിക്കുന്നുണ്ട് അടുത്തതായിട്ട്. വീക്കിലി വൺസ് ഒക്കെ സാർ കുടിക്കും തോറും ക്രൈം റേറ്റ് ഏറിക്കൊണ്ടേയിരിക്കും. ക്രൈം റേറ്റോ? അതെ, നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകളുണ്ടല്ലോ, അതിന്റെ ക്രൈം റേറ്റ് കൂടി മൊത്തത്തിൽ നമുക്ക് ഒരു ദിവസം പണി കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് പ്ലാൻഡ് ആയിട്ട് ഇരിക്കണം. ഇതെല്ലാം കേട്ടിട്ട് അയാൾ മൊത്തത്തിൽ കുഴപ്പത്തിലാവുകയാണ് ചെയ്യുന്നത്. സാർ, നീന്തൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിൽ ചാടണം. അതുപോലെ തന്നെയാണ് കല്യാണവും. അതുകൊണ്ട് സാർ കല്യാണം കഴിച്ചോളൂ. അത് കഴിഞ്ഞ് സാറിന് തന്നെ എല്ലാം പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. സച്ചി ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ടേൺ ചെയ്യുന്ന സമയത്ത് രേവതി വന്നിട്ട് വണ്ടിക്ക് ഇടിക്കുന്നുണ്ട് കേട്ടോ. സച്ചിയാണെന്നുള്ള കാര്യം മനസ്സിലായിട്ടാണോ ഇല്ലേന്ന് അറിയില്ല. രേവതി ഭയങ്കര ഒച്ചപ്പാടാണ്. നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് കണ്ണില്ലേ മുഖത്ത്? എവിടെ നോക്കിയിട്ടാണോ വണ്ടി ഓടിക്കുന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും, സർ ആരുടെയോ മേല് തട്ടി എന്നുള്ള കാര്യമാണ് തോന്നുന്നത്. അത് ചെറിയൊരു പ്രശ്നമാണ്, ഞാൻ ഇപ്പൊ തീർത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് സച്ചി ആദ്യം കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ആ ഗസ്റ്റും കാറിൽ നിന്ന് ഇറങ്ങി നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് അറിയില്ല എന്ന് സച്ചിയുടെ അടുത്ത് രേവതി ചോദിക്കുമ്പോൾ, ഞാൻ നല്ലപോലെ തന്നെയാണ് വണ്ടി അടിക്കുന്നത്. വളവ് തിരിഞ്ഞു വരുന്ന സമയത്ത് ഓൺ അടിക്കണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ല എന്ന് രേവതി ചോദിക്കുന്നുണ്ട്. അതുപോലെ നിനക്കറിയില്ല എന്ന് സച്ചിയും. അവർ രണ്ടുപേരും തമ്മിൽ അടിയുണ്ടാക്കുന്നത് കാണുമ്പോൾ, എന്താ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുകയാണെ. അത് സർ, ഇവരുടെ ഭർത്താവ് ശരിയില്ലാന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഇമ്മാതിരി വർത്താനം പറയുന്നത്. നിങ്ങളുടെ ഭാര്യയും നിങ്ങളെ നന്നായിട്ട് ചോദ്യം ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു, അതുകൊണ്ടാണ്.
എന്റെ ഭാര്യയെ കുറിച്ച് സംസാരിക്കുന്നതൊന്നും വേണ്ട, അത് നിർത്തിക്കോണെന്ന് പറയുമ്പോ നിങ്ങളും എന്റെ ഭർത്താവിനെ കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കേണ്ടത് രേവതിയെ. കാറിൽ വന്നിട്ട് ബൈക്ക് ഇടിച്ചിട്ട് നീ എന്ത് വർത്താനേ പറയുന്നത്? ഇടിച്ചിട്ട് ഇപ്പൊ എന്താ പ്രശ്നം? കാർ എന്താ കമിഴ്ന്നിട്ടാണോ കിടക്കുന്നത്? കാറ് സ്ക്രാച്ച് ആയിട്ടുണ്ട്. എന്റെ ഭാര്യ അധ്വാനിച്ചിട്ട് മേടിച്ചു തന്നിരിക്കുന്ന വണ്ടിയാണിത്. ഇതേ എന്റെ ഭർത്താവും എനിക്ക് അധ്വാനിച്ചിട്ട് മേടിച്ചു തന്നത് തന്നെയാണെന്ന് രേവതി തിരിച്ച്. ഇത് നോക്ക്, ഇവിടെ സ്ക്രാച്ച് ആയിട്ടുണ്ട്. എന്നോട് ചെയ്തതിന് ആരാണ് ഉത്തരം പറയാന്ന് ചോദിക്കുമ്പോ എന്റെ വണ്ടീൻ്റെത് ആദ്യം നീ പറയുന്നു സച്ചി പറയുന്നുണ്ട്. അപ്പോഴേക്കും അവിടെ ഒരു ട്രാഫിക് പോലീസ് വന്നിട്ട് വണ്ടി നിർത്തുവാണേ. രണ്ടുപേരും ആദ്യം എന്റെ ചോദ്യത്തിന് മറുപടി പറയും. എന്താണ് ഇവിടെ നടക്കുന്നത്? ആക്സിഡന്റ് ആണോ? എന്താ മാഡം, കാറിൽ വന്നിട്ട് ഇയാൾ ഇടിച്ചോന്ന് ചോദിക്കുമ്പോ അയ്യോ സർ ഞാനൊന്നും ചെയ്തില്ല, അല്ലെങ്കിൽ നിന്നെയൊക്കെ കണ്ടാൽ തന്നെ അറിയാടാ, നിങ്ങൾ പോയിട്ട് ആ പെണ്ണിന്റെ മേലെ ഇടിച്ചു അല്ലേ? ഇല്ല സാർ എന്ന് സച്ചി പറയുമ്പോ നീ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട, ഫൈൻ അടക്കിയെന്ന് പറയാണേ. അത് കേട്ടിട്ടുണ്ടെന്ന് രേവതി ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് ഇപ്പോ അയാളെടുത്ത് ഫൈൻ അടയ്ക്കാൻ വേണ്ടി പറഞ്ഞത്? അത് മാത്രമോ വാടാ പോടാ എന്ന് മര്യാദ ഇല്ലാണ്ടാണല്ലോ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ മാഡം ഞാൻ സംസാരിക്കുന്നതെന്ന് പോലീസുകാരൻ ചോദിക്കുകയാണേ. എനിക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ വേണ്ടി പറഞ്ഞെന്ന് രേവതി ചോദിക്കുമ്പോ അയ്യോ മാഡം അവര് ആക്സിഡന്റ് ആക്കിയില്ലേ? സർ അതൊന്നുമില്ല സർ, ഇവള് എന്റെ ഭാര്യ എന്ന് സച്ചി പറയുമ്പോ വൈഫോ എന്ന് ചോദിക്കണേ. അതുപോലെ തന്നെ സച്ചിയുടെ കാറിൽ കയറിക്കുന്ന ആ ഗസ്റ്റും വൈഫോ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അടി നിങ്ങൾക്ക് വീട്ടിൽ നടത്തിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ സർ അടിയൊന്നുമില്ല, റോഡിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കാതെ പെട്ടെന്ന് തന്നെ പോകാൻ വേണ്ടി നോക്കുമെന്ന് പറയുന്നുണ്ട്. ശരി സാർ എന്ന് പറഞ്ഞിട്ട് സച്ചിയുടെ മറുപടി കേൾക്കുമ്പോൾ ആ പോലീസുകാരൻ അവിടുന്ന് പോവാണ്. പോലീസുകാരൻ പോയി കഴിഞ്ഞതിന് ശേഷം സച്ചി ചോദിക്കുന്നുണ്ട് രേവതി നീ എന്തിനാ അയാളെടുത്ത് ഒച്ചയെടുക്കാൻ വേണ്ടി പോയത്? പിന്നെ നിങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മിണ്ടാതിരിക്കും, കുറച്ചും കൂടി നന്നായിട്ട് പറയണായിരുന്നു, മതി 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 നിർത്ത്, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇപ്പോഴാണല്ലേ നിങ്ങൾ അത് ചോദിക്കുന്നത്? അത് കഴിഞ്ഞ് സച്ചിയുടെ അടുത്ത് ആ ഗസ്റ്റ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങളുടെ ഭാര്യ ഭ്രാന്തിയെ പോലെ ആടൂ എന്നുള്ള കാര്യം, അതാണോ ഇത്? അപ്പോഴേക്കും സച്ചി ഓടി പോയിട്ട് അയാളുടെ കാല് പിടിക്കുന്നത് പോലെ വേണ്ട വേണ്ട പറഞ്ഞിട്ട് നിർത്തുവാണ്. എന്താ ഇതൊക്കെ സച്ചിയേട്ടാ എന്ന് രേവതി ചോദിക്കുമ്പോൾ സച്ചി ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് എസ്കേപ്പ് ആവുകയാണ്. സർ ഇതെല്ലാം കണ്ടിട്ട് എനിക്ക് തന്നെ പേടിയാവുകയാണ്. സച്ചി എന്തൊക്കെയോ അവളെ കുറിച്ച് പറഞ്ഞു എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് രേവതി ആണെങ്കിൽ ദേഷ്യം പിടിച്ച് അവിടുന്ന് പോവാണ്. രേവതി രേവതി എന്ന് പറഞ്ഞ് വിളിച്ചിട്ടൊന്നും കേൾക്കാതെ പോകുന്നുണ്ട്. എന്തായാലും ഇന്ന് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അടി ഉറപ്പാ എന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട് സച്ചിക്ക്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ എന്തിനാണ് എന്നെ ഒറ്റിക്കൊടുത്തതെന്ന്. സാറ് പറഞ്ഞ കാര്യം ചോദിച്ചു എന്ന് മാത്രമല്ലേ ഉള്ളൂ. എന്തായാലും ഇന്ന് പെണ്ണ് കാണാൻ വേണ്ടി പോവല്ലേ, നിങ്ങൾ ഉറപ്പായിട്ടും കല്യാണം കഴിക്കണം, അത് കഴിഞ്ഞാലേ ഉള്ളൂ പിന്നെ എന്ത് തെറ്റാ നിങ്ങൾ ചെയ്തതെന്നുള്ള കാര്യം മനസ്സിലാവുള്ളൂ. എന്തായാലും നല്ല നേരം തീരുന്നതിന് മുമ്പായിട്ട് നിങ്ങളെ ഞാൻ അവിടെ എത്തിച്ചു തരാം, കയറിക്കോ എന്ന് പറഞ്ഞിട്ട് അയാളും കയറ്റിയിട്ട് സച്ചി അവിടുന്ന് വണ്ടി എടുത്ത് പോവാണ്. തുടർന്ന് വീണ്ടും വിമലയാണ് കാണിക്കുന്നത്. സിസ്റ്റർ BP ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ആദ്യം പോയിട്ട് പ്രസ് ചെയ്ത് നോക്കുന്നൊക്കെയുണ്ട്. ഇത് ബലൂണല്ല, BP ചെക്ക് ചെയ്യുന്നതാണ്, ഇതിലൊന്നും കുഞ്ഞുങ്ങൾ തൊടാൻ വേണ്ടി പാടില്ല എന്ന് സിസ്റ്റർ പറയുമ്പോഴേക്കും ആദ്യയുടെ അടുത്ത് ശ്രുതി പറയുന്നുണ്ട് അവരെ ഡിസ്റ്റർബ് ചെയ്യരുത്, ആദ്യം നീ ഇങ്ങോട്ട് വാ, ഈ ജ്യൂസ് കുടിക്കുന്നു പറഞ്ഞിട്ട് അവന്റെ കയ്യിൽ ജ്യൂസ് കൊടുക്കുവാണ്. BP ഇപ്പൊ നോർമൽ ആണോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ നോർമലാണ്, എന്തെങ്കിലും ഡോക്ടർ പറഞ്ഞോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ശ്രുതി അന്വേഷിക്കുന്നുണ്ട്. ഇനിയും റിപ്പോർട്ടുകളൊക്കെ ഒരുപാട് വരാനുണ്ട്, പ്രത്യേകിച്ച് ഡോക്ടർ ഒന്നും പറഞ്ഞിട്ടില്ല, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, അതിന് മാത്രം കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. എന്തായിരിക്കും ഇങ്ങനെ സംഭവിക്കാനുള്ള കാര്യം എന്ന് ശ്രുതി ചോദിക്കുന്ന സമയത്ത് ശരിയായ സമയത്ത് ഭക്ഷണമൊന്നും കഴിക്കാത്തതിൻ്റെയൊക്കെ പ്രശ്നമായിരിക്കും, വയസ്സായിട്ട് വരുമല്ലേ, അതുകൊണ്ട് അവർ കെയർ ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ അവരെ നന്നായിട്ട് കെയർ ചെയ്യണം. എന്തായാലും ഇവർക്ക് കോൺഷ്യസ് പെട്ടെന്ന് വന്നത് നന്നായി. ചിലർക്കൊക്കെ ഇങ്ങനെ ബോധം കെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ടേ അവര് നോർമൽ കണ്ടീഷനിലേക്ക് വരാറുള്ളൂ. അതുപോലെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ, അതൊക്കെ നിങ്ങളുടെ ഭാഗ്യാന്നൊക്കെ പറയുകയാണേ. അത് കഴിഞ്ഞ് സിസ്റ്റർ പോകുന്ന സമയത്ത് സിസ്റ്ററിന്റെ അടുത്ത് 1 മിനിറ്റ് എന്ന് പറഞ്ഞ് അവള് സിറ്റിയിലാണല്ലോ ജോലി ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ അമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വേണം, എപ്പോഴും കൂടെ ഇല്ലെങ്കിലും രാവിലെയും വൈകിട്ടൊക്കെ വന്നിട്ട് മെഡിസിൻ കൊടുക്കെങ്കിലും ചെയ്യണമെന്ന് പറയുകയാണേ. അങ്ങനെ ആൾക്കാരെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്തായാലും ഈ നാട്ടിലുള്ള ആൾ തന്നെയാണ് ഞാൻ, അതുകൊണ്ട് ഞാൻ ചെന്ന് നോക്കിയാൽ മതി എന്ന് ചോദിക്കുകയാണേ. വിമലയുടെ മെഡിക്കൽ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അറിയാവുന്ന സിസ്റ്റർ ആയതുകൊണ്ട് തന്നെ അത് നന്നായി എന്നുള്ള കാര്യമാണ് ശ്രുതി പറയുന്നത്. നിങ്ങളുടെ പേയ്മെന്റ്സിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം, ഞാൻ അമ്മയുടെ കാര്യങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുകയാണ്. സിസ്റ്റർ പോയി കഴിഞ്ഞതിന് ശേഷം അമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ഇവര് വരും. അമ്മയ്ക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഉടനെ അവരെ വിളിച്ചാൽ മതി, അവര് എത്തിക്കോളും എന്ന് പറയുന്നുണ്ട്. എന്തിനാ കല്യാണി ആവശ്യമില്ലാത്ത ചെലവെന്ന് ചോദിക്കുമ്പോൾ അതെന്താ അമ്മ അങ്ങനെ പറയുന്നത്, അമ്മ തന്നെ അവര് പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടതല്ലേ, ഇതുപോലെ വീണ്ടും വരാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള കാര്യം സിസ്റ്റർ പറഞ്ഞത് കേട്ടില്ലേ എന്ന് കരുതിയിട്ട് എപ്പോഴും എനിക്ക് ഇങ്ങനെ ഓടിയെത്താൻ വേണ്ടി പറ്റില്ല. സിസ്റ്റർ വന്നിട്ട് അമ്മയുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളും. എന്തായാലും ഉടനെ തന്നെ ഞാൻ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിക്കോളാം. അമ്മേ ഇന്നലെ രാത്രി ഞാൻ ഒരുപാട് ലേറ്റ് ആയിട്ടല്ലേ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്, സുധിയാണെന്നുണ്ടെങ്കിൽ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. സുധി ഉറങ്ങി എഴുന്നേൽക്കുന്നതിന് മുമ്പ് രാവിലെ തന്നെ ഞാൻ ഇങ്ങോട്ട് പോകുന്നതുകൊണ്ട് സുധിയുടെ അടുത്ത് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല.
ഞാൻ പോയിട്ട് ഫോണിൽ സംസാരിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി പുറത്തേക്ക് പോവാണേ. അമ്മയുടെ അടുത്ത് കിടന്നോളാനും കൂടി പറയുന്നുണ്ട്. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഈ കടയിൽ കസ്റ്റമേഴ്സിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിനിടയ്ക്ക് എന്തായിരിക്കും ശ്രുതി ഇത്ര നേരമായിട്ടും കടയിലേക്ക് വരാത്തതെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായി അവളിന്ന് ഫോൺ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് ഫോൺ എടുത്തിട്ട് കോൾ ചെയ്യുന്ന അതേ സമയത്താണ് ശ്രുതി അങ്ങോട്ടേക്ക് വിളിക്കാൻ വേണ്ടി നിൽക്കുന്നത്. ശ്രുതിയുടെ കോൾ കാണുന്ന സമയത്ത് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കേട്ടോ ആള് ഫോൺ എടുക്കുന്നത്. ശ്രുതി, ഞാനിതാ ഫോൺ എടുത്ത് നിന്നെ വിളിക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു, അപ്പോഴാണ് നീ വിളിച്ചത്. ശ്രുതി, നീ എവിടെയാണ്? രാവിലെ ഞാൻ എഴുന്നേക്കുന്ന സമയത്ത് നിന്നെ കാണുന്നില്ല. അതെ, ഞാൻ കുറച്ച് തിരക്കായതുകൊണ്ട് നേരത്തെ പോന്നു. ശ്രുതിയുടെ അടുത്ത് പറഞ്ഞിട്ട് പോരണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ എന്ത് ചെയ്യാനാണ്, ശ്രുതി നല്ല ഉറക്കായിരുന്നു. അതുകൊണ്ട് ഞാൻ ആന്റിയുടെ അടുത്ത് പറഞ്ഞിട്ടാ പോകുന്നത്. ശ്രുതി, ഇന്നാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ നമ്മുടെ കടയിൽ ഭയങ്കര സെയിൽസ് ആണ്, നല്ല കച്ചവടം നടന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. നീ എന്താ സാധാരണ പോലെ ചോദിക്കുന്നത് ആണോ എന്ന്? നിനക്ക് ഹാപ്പി അല്ലേ? അതെ ശ്രുതി, ഞാൻ ഹാപ്പിയാണ്. അതൊക്കെ ഇരിക്കട്ടെ, നീ ഇപ്പോ എവിടെയാണുള്ളത്? അത് ശ്രുതി, ഞാൻ മീരയെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്, ഒരു ജോലി ആവശ്യത്തിന് വേണ്ടിയിട്ട്. ആ കറക്റ്റ് സമയത്ത് തന്നെ നമ്മുടെ മീരയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയെ അന്വേഷിച്ചിട്ട് ഷോറൂമിലേക്ക് എന്ന് വെച്ചാൽ ശ്രുതിക്ക് അരികിലേക്ക് വരുവാണ്. മീരയുടെ കൂടെ നീ എവിടെ പോയെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ ചെറിയൊരു ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വന്നതാണ്, വീട്ടിൽ വന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം പറയാം, ഒരുപാട് ജോലി തിരക്കുണ്ട്, അതിനിടയ്ക്ക് നീ എന്തിനാ ഈ ആവശ്യമില്ലാതെ ചുറ്റിക്കറങ്ങാൻ വേണ്ടി പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അതെ, ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കാര്യങ്ങളെല്ലാം വന്നിട്ട് പറയാം. അവൾക്ക് ഓഫീസിൽ വേറെ പണിയൊന്നുമില്ലേ, വെറുതെ നിന്നെ എപ്പോഴും വിളിച്ചുകൊണ്ട് ശല്യം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് തിരിഞ്ഞു നോക്കുന്ന സമയത്താണ് മീര കടയിലേക്ക് വന്നിട്ട് ശ്രുതി ഇല്ലേന്ന് അവിടുത്തെ സ്റ്റാഫിന്റെ അടുത്ത് ചോദിക്കുന്നത്. ശ്രുതി, നീ മീരയുടെ കൂടെ തന്നെയാണോ ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ അതെ, ഞാൻ ഈവനിങ്ങിന് വരാം, വെക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ അങ്ങ് വെക്കുവാണ്. ശ്രുതി ഫോൺ വെച്ച ഉടനെ തന്നെ മീരയെ വിളിക്കുവാണ്. മീരയാണെന്നുണ്ടെങ്കിൽ ഷോറൂമിലാണല്ലോ ഉള്ളത്. മീര, ഞാന് നാട്ടിലാണുള്ളത്, അമ്മയ്ക്ക് സുഖമില്ലാത്ത ഹോസ്പിറ്റലിലാണ്. ശ്രുതിയുടെ അടുത്ത് ഞാൻ നിന്റെ കൂടെ ഉള്ളതെന്നുള്ള കാര്യമാണ് പറഞ്ഞത്. നിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാലും നീയും അത് തന്നെ പറഞ്ഞ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയുമ്പോഴേക്കും മീരയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ശബ്ദം അടക്കി പിടിച്ചിട്ട്, എടി ഞാൻ നിങ്ങളുടെ ഷോറൂമിലാണുള്ളത്, ശ്രുതി എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയെന്ന് പറയാണ്. നിന്റെ അടുത്ത് ആരടി അവിടേക്ക് പോകാൻ വേണ്ടി പറഞ്ഞത്? ഇപ്പൊ ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ നിന്റെ കൂടെയാണുള്ളതെന്ന്. ഇനിയിപ്പോ എന്താടി ചെയ്യാന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഞാനാണ് കോൾ ചെയ്തെന്നുള്ള കാര്യം പറയണ്ട, നീ ആദ്യം അവിടുന്ന് പോകാൻ വേണ്ടി നോക്ക്, അല്ലെങ്കിൽ അവൻ ചോദ്യം ചെയ്യുന്ന പറയാണ്. ഫോൺ കട്ട് ചെയ്തിട്ട് മീര നൈസായിട്ട് എസ്കേപ്പ് ആവാൻ വേണ്ടി പോകുമ്പോഴേക്കും ശ്രുതി നേരെ മുമ്പിൽ ചെന്ന് ചാടുവാണ്. എങ്ങോട്ടാ പെട്ടെന്ന് പോകുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എനിക്ക് ഓഫീസിൽ നിന്ന് പെട്ടെന്ന് ഒരു കോൾ വന്നു, അതാണ് പോകാൻ വേണ്ടി പോകുന്നത്. ശ്രുതി എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവള് എന്നെ കാണാൻ വേണ്ടി വന്നു, പക്ഷെ വേറൊരു ആവശ്യത്തിന് എന്നൊക്കെ പറയുമ്പോഴേക്കും 10 സെക്കൻഡിനുള്ളിൽ നിന്റെ അടുത്ത് നിന്ന് അവള് പെട്ടെന്ന് തന്നെ പോയോ? ഇപ്പോ നിന്റെ കൂടെ ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞു, എന്നാ നീ ഇവിടെ വന്നു, അവളെവിടെ? ഓ ആണോ, അത് ഒരു പക്ഷെ വേറെ മീരയായിരിക്കും, അവളുടെ ഒരു ക്ലയന്റ് ഉണ്ട്, അവളായിരിക്കും. എനിക്ക് പെട്ടെന്ന് തന്നെ പോയേ പറ്റുള്ളൂ, ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് മീര അവിടുന്ന് വേഗം ഓടി രക്ഷപ്പെടുവാണ്. വീട്ടിലാണേ ചന്ദ്രമതിയുടെ അടുത്തേക്ക് മുതലാളി അമ്മയെ എന്ന് വിളിച്ചും കണ്ട് ഒരാൾ വരുന്നുണ്ട്. ചന്ദ്രയെ കണ്ടിട്ട് ഈ വീട്ടിലെ മുതലാളിമ്മ ആരാന്ന് ചോദിക്കുകയാണ്. ഞാനാണ് ഈ വീട്ടിലെ മുതലാളി എന്നുള്ള കാര്യമാണ് ചന്ദ്ര പറയുന്നത്. അയ്യോ, നിങ്ങളല്ല, വേറൊരാളില്ലേ ഈ വീടിന്റെ ശരിക്കുള്ള മുതലാളി അമ്മ, നിങ്ങളെന്താ വീട് മാറി വന്നാണെന്നൊക്കെ ചോദിക്കുന്നുണ്ടേ. അല്ല, ഇത് തന്നെയാണ് വീട്, ഇവിടെ പൂ വ്യാപാരമൊക്കെ നടത്തുന്ന പൂക്കടയുടെ ഓണർ ഇല്ലേന്ന് ചോദിക്കുകയാണേ. ഓ, അവളെയാണോ പറഞ്ഞത്? എടി രേവതി, നീ നാട്ടുകാരടുത്ത് മൊത്തം പറഞ്ഞിരിക്കുന്നത് ഇത് നിന്റെ സാമ്രാജ്യമാണെന്നാണോ? അയ്യോ അമ്മ, എന്താണെന്നുള്ള കാര്യം എനിക്കറിയില്ല, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ കട്ടിലിന് വലയിടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. നിങ്ങളടുത്ത് ആരാ പറഞ്ഞത് ഞാൻ മുതലാളിയാണെന്ന്? അത് സച്ചി സാറാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇവള് 5-6 നില കെട്ടിടത്തിന്റെ പൂക്കട നടത്തുന്ന മുതലാളി അമ്മയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പരിഹസിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ഈ വിളിയൊന്ന് നിർത്തുമെന്നാണ് കേട്ടോ രേവതി ചോദിക്കുന്നത്. അയ്യോ, സച്ചി സാർ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് അങ്ങനെ മാത്രമേ പറയാൻ വേണ്ടി പറ്റുള്ളൂ. നിങ്ങൾ കൊതുവല ഇടാനല്ലേ വന്നിരിക്കുന്നത്, വേഗം തന്നെ അത് ഇടാൻ വേണ്ടി നോക്കും. അത് ഒരു ഗിഫ്റ്റ് പാക്ക് ചെയ്ത രീതിയിലൊക്കെയാണ് കേട്ടോ അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റിബൺ കട്ട് ചെയ്തിട്ട് മുതലാളി അമ്മ തന്നെ ഇത് തുറക്കണം എന്നുള്ള കാര്യം പറയാണ്. പിന്നെ വലിയ കടമുറി എന്തോ ഓപ്പൺ ചെയ്യുന്നത് പോലെയല്ലേ പറ്റൊരാളും കൊതുവല ഓപ്പൺ ചെയ്തിരിക്കുന്ന പൂക്കട മുതലാളി അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര ഭയങ്കരമായിട്ട് കളിയാക്കുന്നുണ്ട്. ചേട്ടാ, അതിനൊന്നും ആവശ്യമില്ല, നിങ്ങൾ തന്നെ ആ കൊതുവല എങ്ങ് ഇടാൻ നോക്ക്. ഇല്ല, പറ്റില്ല, എനിക്ക് വെറുതെ ആവശ്യമില്ലാതെ വാങ്ങി കെട്ടിക്കാൻ വേണ്ടി പറ്റില്ല, അതുകൊണ്ട് ദയവ് ഇത് മാഡം തന്നെ ഓപ്പൺ ആക്കുന്ന പറയാണ്. ആ രേവതി ഓപ്പൺ ആക്കിയിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് അത് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ വർഷ അങ്ങോട്ടേക്ക് കയറി വരുവാണ്. വർഷ ഹായ് എന്നുള്ള കാര്യം പറയാണ് നമ്മുടെ രേവതിയുടെ അടുത്ത്. പിന്നെയാണ് ചന്ദ്ര അവിടെ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. അങ്ങനെ ഹായ് ചന്ദ്രയ്ക്ക് കൊടുക്കുവാണ്. ആന്റി ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട്. ആ വാ വർഷേ, ഇതെന്താ ആന്റി? ഓ, ഇതിന്റെ കാര്യമൊന്നും പറയണ്ട. അപ്പോഴേക്കും രേവതിയുടെ അടുത്ത് സൂപ്പർ ആയിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞ് വർഷ പിന്നുന്ന ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട് ചന്ദ്ര കാണാതെ. ആന്റി, ഓൾറെഡി ഈ കട്ടിൽ ഇവിടെ ഒരു ബാധ്യതയാണ്, അതിന്റെ കൂടെ ഇനിയിപ്പോ വലയെന്ന് പറയുമ്പോ എന്ത് ചെയ്യാനാണ്, ഇവൾമാർക്കൊക്കെ വല്ല ബുദ്ധിയും വേണ്ടേ? ഈ വീടിന്റെ ഐശ്വര്യം തന്നെ പോക്കാൻ വേണ്ടിയിട്ടാണ് ആ കട്ടില്. അത് മാത്രമല്ല ആന്റി, അതിനകത്ത് ടെസ്റ്റ് ഒക്കെ ചെന്ന് ചേരും, അത് നമുക്ക് പിന്നെ പ്രശ്നമായിട്ട് മാറും.
അങ്ങനത്തെ കവലയൊന്നും ആർക്കും വേണ്ട, ഞാൻ ഡെയിലി ഇത് പൊടി തട്ടി വെച്ചോളാം, കൂടുതൽ ഇതിനെക്കുറിച്ച് ആരും സംസാരിക്കാൻ വേണ്ടി നിൽക്കണ്ടെന്ന് രേവതി പുതിയതായിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യാണ്. ഇവര് മാത്രമാണ് ആന്റി ഈ വീട്ടിലുള്ളതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്ത് ചെയ്യാനാണ് വർഷേ, നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മള് വില്ലത്തിയായിട്ട് മാറും. അത് ഈ വീട്ടിലുള്ള മനുഷ്യന് മനസ്സിലാവില്ല. രവിയെ കുറിച്ചാണ് പറഞ്ഞത്. വിട്ടേക്ക് ആന്റി, അവരെന്തെങ്കിലും ചെയ്യട്ടെ. ശരി തന്നെയാണ് രേവതി, നീ വർഷയ്ക്ക് ഒരു ചായ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള കാര്യം പറയാണേ. ഇവിടെ എനിക്ക് വേറെ പണിയുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ അവളുടെ തന്നെ ഉണ്ടാക്കി കുടിച്ചോളാൻ വേണ്ടിട്ട് രേവതി പറയാണേ. ഇത് കേട്ട ചന്ദ്ര കേട്ടില്ല അവളുടെ അഹങ്കാരം. പക്ഷെ അതിനു മുമ്പായിട്ട് തന്നെ വർഷ സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയാണേ. ഇവർ രണ്ടുപേരുടെ ഉദ്ദേശം ഇവർ തമ്മിൽ അടിയാണെന്ന് വിചാരിച്ച് ചന്ദ്രയ്ക്ക് നല്ല പണി കൊടുക്കുക എന്നാണ് സച്ചിൻ നമ്മുടെ രേവതിയുടെയും അതുപോലെ തന്നെ വർഷയുടെയും പ്ലാൻ കേട്ടോ. എന്തിനാ ആന്റി വെറുതെ അവരെയൊക്കെ കഷ്ടപ്പെടുത്തുന്നത്, ഞാൻ തന്നെ പോയിട്ട് ഉണ്ടാക്കി കുടിച്ചോളാം എന്ന് വർഷ പറയുമ്പോഴേ, അയ്യോ വർഷ നീ അടുക്കളയിലൊന്നും കയറണ്ട, ഞാൻ തന്നെ നിനക്ക് ഉണ്ടാക്കി തരാം, നിനക്ക് കുറച്ച് അഹങ്കാരം കൂടുന്നുണ്ട്, നിന്നെ ഞാൻ പിന്നെ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അവിടുന്ന് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. ചന്ദ്ര അങ്ങ് പോയപ്പോഴേക്കും രേവതിയും അതുപോലെ വർഷയും കൂടി കൈ കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. രേവതി ചേച്ചി നിങ്ങളുടെ അഭിനയം സൂപ്പർ ആയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് വർഷ വേഗം മുറിയിലേക്ക് കയറി പോവാണ്. അപ്പോഴേക്കും കട്ടിലിന് ആ വല ഇടാൻ വേണ്ടി വന്ന ആളുണ്ടല്ലോ, അദ്ദേഹം പണിയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും മുതലാളി അമ്മ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ, അയ്യോ ഞാൻ മുതലാളിയൊന്നും അല്ല, ഞാൻ വെറും ഒരു സാധാരണ സ്ത്രീയാണ്, നിങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു. അദ്ദേഹത്തിന്റെ മുമ്പിൽ ഭ്രാന്തിയെ പോടുന്ന ആടുന്നവളാണ്. ചേട്ടൻ എന്തായാലും ചേട്ടന് ജോലി കഴിഞ്ഞല്ലോ, പൊക്കോളൂ എന്ന് പറയാണ്. താഴെ സച്ചി നിന്നുകൊണ്ട് രേവതിയെ സോപ്പിടാൻ വേണ്ടിയിട്ടാണ് അയാളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അങ്ങനെ പുറത്ത് വന്നിട്ട് സാർ ഞാൻ വലയിട്ടു എന്ന് പറയാണേ. നിങ്ങൾ ഇട്ട വലയൊക്കെ അവിടെ ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ സമാധാനത്തിന്റെ വല എന്തായെന്ന് ചോദിക്കുമ്പോ ഞാൻ ഒരുപാട് തവണ മുതലാളി അമ്മ എന്ന് പറഞ്ഞു വിളിച്ചു, പക്ഷെ ഒരു വയസ്സായ ഒരു സ്ത്രീ ആ തള്ള ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചീത്ത വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അതെന്റെ അമ്മയാണ്, ആ കാര്യം നിങ്ങൾ വിട്ടേക്ക്. നിങ്ങൾ ഒരുപാട് തവണ അങ്ങനെ തന്നെ വിളിച്ചില്ലേ? ആ വിളിച്ചു. ഇതിന്റെ റിയാക്ഷൻ എന്തായിരുന്നു എന്ന് ചോദിക്കുമ്പോ അത്ര സന്തോഷമുള്ളതുപോലെ തോന്നിയില്ല സാർ, നിങ്ങളെ അയച്ചവരെടുത്ത് പറഞ്ഞേക്ക് ഞാൻ മുതലാളി അമ്മയല്ല, ഭ്രാന്തിയെ പോലെ ഇവിടെ നടനമാടുന്ന ആളാണെന്ന് പോയി പറഞ്ഞേക്കെന്നാണ് അവൾ എന്റെ അടുത്ത് പറഞ്ഞത്. അങ്ങനെയാണോ പറഞ്ഞത് സച്ചി ഒന്നും കൂടി ചോദിക്കുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് സാർ പറഞ്ഞത്. അതിൽ നിന്ന് സച്ചിക്ക് മനസ്സിലാവാണ് തന്റെ പ്ലാൻ പൊളിഞ്ഞു എന്ന്. എന്റെ പ്ലാൻ ഒന്നും പഴയതുപോലെ വർക്കൗട്ട് ആവുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്തേക്കണേ. താങ്ക്